സൗകര്യങ്ങളില്ലെന്ന് തുറന്നു പറഞ്ഞു കോന്നി മെഡിക്കൽ കോളേജിൽ നോട്ടീസ് പതിച്ച് ജനറൽ സർജറി വിഭാഗം മേധാവി. വേണ്ടത്ര ഉപകരണങ്ങളുടെ അപര്യാപ്തത ജീവഹാനി വരെ വരുത്താമെന്നാണ് നോട്ടീസിലെ മുന്നറിയിപ്പ്. നോട്ടീസ് പതിക്കാൻ ആരും നിർദ്ദേശം നൽകിയിരുന്നില്ല എന്നും ജനറൽ സർജറി വിഭാഗം മേധാവി ഡോക്ടർ ശിവപ്രസാദിനോട് വിശദീകരണം തേടുമെന്നും മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രതികരണം കേൾക്കാം. രാവിലെ ഒട്ടിച്ചാണെന്നോന്നല്ലേ HOD ഒട്ടിച്ചത്. അത് നമുക്ക് അങ്ങനെ പിന്നെ ആരും പറഞ്ഞില്ല. ഇത് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് സമ്മതപത്രം നമ്മുടെ ഇങ്ങനെ എന്തായാലും വെക്കാൻ പറ്റത്തില്ലെന്ന് ഞാൻ പറഞ്ഞു. അതെടുത്ത് മാറ്റി. കഴിഞ്ഞ പ്രാവശ്യം ഈ മറ്റേ ഓർത്തോടെ വിഷയം ഉണ്ടായില്ലേ, അതിനെബന്ധിച്ചാണ് പുള്ളി ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ ഒത്തിരി റിസ്ക് എടുത്തല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് ചെറിയ നമ്മളൊരു വിശദീകരണം ചോദിക്കാൻ ആഗ്രഹിക്കും. സെക്യൂരിറ്റി ജീവനക്കാരത്തെ നോട്ടീസ് മാറ്റി. ഇപ്പോൾ പ്രതികരിക്കാനില്ല എന്നാണ് ഈ വിഷയത്തിൽ ആരോഗ്യമന്ത്രി പറഞ്ഞത്. ഞാൻ പ്രതികരിക്കും പറഞ്ഞു. ഞാൻ ഇത് പരിപാടി കഴിഞ്ഞിട്ട് ഉറപ്പായിട്ട് പ്രതികരിക്കും. തീർച്ചയായും. ഷിജോ കുര്യൻ വിശദാംശങ്ങളുമായി. ഷിജോ, മുൻപ് നമ്മളിങ്ങനെ കണ്ടതാണ് പലതരത്തിൽ ഉള്ള പ്രതിസന്ധികൾ തുറന്നു പറഞ്ഞ് സർക്കാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ ഒക്കെ പ്രതികരണങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇത് ഏറ്റവും പ്രധാനം ആരോഗ്യമന്ത്രിയുടെ മണ്ഡലമാണ്, ജില്ലയാണ്. അവിടെയാണ് ഇങ്ങനെ ഒരു അസൗകര്യം. അത് ജനറൽ സർജറി വിഭാഗം മേധാവിക്ക് തന്നെ തുറന്നു പറയേണ്ടി വരുന്നു എന്നതാണ്. ഏതാണ്ട് 8ഓളം പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള നോട്ടീസാണ് അദ്ദേഹം പതിപ്പിച്ചത്. അവിടെ സമാന സാഹചര്യത്തിലൊക്കെ ഒരു വിവാദം വന്നതും നമുക്ക് ഓർമ്മയുണ്ട്. അനുജ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറേയധികം കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതായിട്ടുണ്ട്. അനുജ ആദ്യം സൂചിപ്പിച്ചത് തന്നെ പല മെഡിക്കൽ കോളേജുകളിലെയും വിവിധ വകുപ്പ് മേധാവിമാർ അവർ നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ച് ഇതിനു മുമ്പും തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും ഒടുവിൽ വലിയ തരത്തിൽ വിവാദമായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവിയായിരുന്ന ഡോക്ടർ ഹാരിസ് പറഞ്ഞൊരു കാര്യമാണ്. അവിടെ പലതരത്തിലുള്ള ഉപകരണത്തിന്റെ ക്ഷാമമുണ്ട് എന്ന് പറയുകയും അതുമൂലം ശസ്ത്രക്രിയകൾ നിർത്തിവെക്കേണ്ടി വരികയും ചെയ്തു എന്നുള്ള സാഹചര്യം അദ്ദേഹം വലിയ വിഷമത്തോടുകൂടി ഡോക്ടർ ഹാരിസ് പറഞ്ഞിട്ടുണ്ട്. അതിന് പിന്നാലെ തന്നെ അവിടെയുള്ള നെഫ്രോളജി വിഭാഗം മേധാവി ഡോക്ടർ മോഹൻദാസും സമാനമായിട്ടുള്ള ആരോപണം സമൂഹ മാധ്യമത്തിലൂടെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഡോക്ടർമാർ തന്നെ അവിടുത്തെ ദുരവസ്ഥ വിവരിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിലടക്കം പറഞ്ഞൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളതാണ്. അതിനോട് ചേർത്ത് വെക്കാവുന്ന എന്നാൽ അതിനപ്പുറത്തേക്ക് കുറച്ചുകൂടി ഗ്രാവിറ്റിയുള്ള തരത്തിലുള്ള ചില കാര്യങ്ങളാണ് ഇവിടെ ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ കോന്നി മെഡിക്കൽ കോളേജിൽ ഉണ്ടായിട്ടുള്ളത്. കോന്നി മെഡിക്കൽ കോളേജിലെ സർജറി വിഭാഗം മേധാവിയായിട്ടുള്ള ഡോക്ടർ ശിവപ്രസാദ് സർജറി വിഭാഗം OPയുടെ വാതിലിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് ഒരു നോട്ടീസാണ്. അതായത് സമ്മതപത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തലക്കെട്ടോടുകൂടി അതിനകത്തുകൊണ്ട് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവന മൂലം ആശുപത്രിയിൽ സർജറിക്ക് വരുന്ന രോഗികളുടെ പൂർണ്ണ ഉത്തരവാദിത്തം ഡോക്ടർക്കും അതുപോലെ തന്നെ ആശുപത്രിയുടെ അസൗകര്യങ്ങൾ ഇല്ലാത്ത കാര്യങ്ങളുമൊക്കെ, അതായത് സൗകര്യമില്ലായ്മ പൂർണ്ണമായിട്ടുള്ള അസൗകര്യമാണ്. അതടക്കമുള്ള കാര്യങ്ങളിൽ രോഗികൾ മാനിച്ചുകൊണ്ട് ശസ്ത്രക്രിയയ്ക്ക് വേണം വിധേയമാകാൻ. അതായത് സൗകര്യങ്ങളില്ല, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായാൽ അത് രോഗികൾ സഹിച്ചുകൊള്ളണം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സർജറി വിഭാഗം മേധാവി ഈ പറയുന്ന ഒരു നോട്ടീസ് ഈ പറയുന്ന ആശുപത്രിക്ക് സർജറി OPക്ക് സമീപം പതിക്കുകയും ചെയ്തിരുന്നത്. അതിനകത്ത് ഒന്നാമത്തെ കാര്യമായിട്ട് പറയുന്നത് വേണ്ടത്ര വിദഗ്ധരായിട്ടുള്ള ജീവനക്കാരില്ലാത്തൊരു പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ നെഫ്രോളജി, കാർഡിയോളജി, അതുപോലെ തന്നെ യൂറോളജി അടക്കമുള്ള വിഭാഗങ്ങളിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനമില്ല. 5 മണിക്ക് ശേഷം ഫാർമസി പ്രവർത്തിക്കുന്നില്ല. അതിനുമപ്പുറത്തേക്ക് സർജറി കഴിഞ്ഞ് രോഗികൾ അവിടെ കിടക്കുമ്പോൾ അവർക്ക് ഈ പറയുന്ന പെയിന്റ് അടിച്ചിൽ നിന്ന് അവിടുന്ന് പെയിന്റ് ഇളകി വീണ് അണുബാധയടക്കം ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ജീവനക്കാരില്ല, ഉപകരണക്ഷാമം. ഏറ്റവും ഒടുവിലായിട്ട് കോന്നി മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത് ഒരു മലയോര മേഖലയിലാണ്. അപ്പോൾ ഈ മലയോര മേഖല ആയതുകൊണ്ട് തന്നെ അവിടെ വന്യമൃഗശല്യമുണ്ട്. ആശുപത്രിയിൽ ശസ്ത്രക്രിയയിൽ കിടക്കുന്ന രോഗി പോലും വന്യമൃഗശല്യത്താൽ വലയേണ്ടി വരുന്നു എന്നുള്ള കാര്യമൊക്കെയാണ് ഇത്തരത്തിൽ നോട്ടീസിലൂടെ പതിച്ചിരിക്കുന്നത്. ആ കാര്യത്തിനകത്താണ് ഇപ്പോൾ അന്വേഷണം ഉണ്ടായിട്ടുള്ളത്. ആ സംഭവത്തിൽ വകുപ്പ് മേധാവി ഡോക്ടർ ശിവപ്രസാദിനോട് വിശദീകരണം തേടും എന്നുള്ള കാര്യങ്ങൾ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ഷാജി അടക്കം 24 പറയുകയും ചെയ്തിട്ടുണ്ട്. മന്ത്രി വീണ ജോർജിനോട് നമ്മൾ പ്രതികരണം തേടിയിരുന്നു. ഇപ്പോൾ പ്രതികരിക്കാനില്ല, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് പ്രതികരിക്കാം എന്നുള്ളൊരു പ്രതികരണമാണ് മന്ത്രി വീണ ജോർജ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. കോന്നി മെഡിക്കൽ കോളേജിൽ പലതരത്തിലുള്ള പരിമിതികളുണ്ട്. ഏതായാലും 8ഓളം പരിമിതികൾ ചൂണ്ടിക്കാട്ടി ജനറൽ സർജറി വിഭാഗം മേധാവി ഒരു നോട്ടീസ് പതിച്ചു. ജീവഹാനി സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് രോഗികൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. പിന്നീട് ആ നോട്ടീസ് അവിടെ നിന്ന് കീറിക്കളഞ്ഞു. ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം എന്ത് എന്നതാണ് ഇനി അറിയാനുള്ളത്. അവർ പ്രതികരിക്കും എന്നതാണ് അറിയിച്ചിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.